ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ പറയുന്നൊരു കാര്യമാണ് ബൗണ്ടറി എന്നുള്ളത്. അതായത് റിലേഷൻഷിപ്പിൽ ബൗണ്ടറി എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ള കാര്യം ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക് അറിയാം, എന്നാൽ കുറച്ച് പേർക്ക് അറിയില്ല. ആക്ച്വലി എന്താണ് ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് പോലും പലർക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ബൗണ്ടറി എന്നുള്ളത് കൂടി ഇന്ന് ഞാൻ പറയുന്നുണ്ട്. സോ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ സമയമാണ്. അതായത് ഈ ഒരു ബൗണ്ടറി എന്ന് പറയുമ്പോൾ അതിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസ്, അതുപോലെ തന്നെ അയാൾക്ക് മാത്രമായിട്ടുള്ള ഒരു ടൈം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ എന്തിലൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാരേജ് കഴിഞ്ഞാലും മാരേജിന് മുന്നാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് സമയം എന്തായാലും വേണം. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ തന്നെ കെയർ ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതല്ലാതെ ഇപ്പം അവർ കുറച്ച് നേരം ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെന്നിട്ട് അവരെങ്ങനെ ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറ്റങ്ങൾ പറയുക, അതൊന്നും ഒരിക്കലും നല്ലതല്ല. അവർക്ക് എപ്പോഴാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ അത്തരത്തിലൊരു സമയം നിങ്ങൾ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതും ഈ ഒരു ബൗണ്ടറിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തിപരമായ സമയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബഹുമാനത്തോടെയുള്ള ശൈലി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരം എന്നുള്ളതാണ്. അതായത് മോശമായ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരോട് പെരുമാറാനായിട്ട് പാടില്ല. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും ആ ദേഷ്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അത് ഈ ഒരു ബൗണ്ടറിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ബൗണ്ടറി ലംഘിക്കാതിരിക്കുക. അതായത് അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മോശം വാക്കുകൾ യൂസ് ചെയ്ത് നമ്മളത് ഹേർട്ട് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതല്ലാതെ നമ്മൾ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് ഓക്കെ ആവില്ല. ഓക്കെ ആവില്ല മീൻസ് ആ റിലേഷൻഷിപ്പ് ഓക്കെ ആവാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്യുക. ഇത് ബൗണ്ടറിയിൽ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യമാണ്. മൂന്നാമത് എന്ന് പറയുന്നത് സ്വകാര്യതയാണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വകാര്യത ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. നിങ്ങളോട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. നമ്മൾ ആ ഒരു ബൗണ്ടറി നമ്മൾ ലംഘിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അവരുടെ ഫോണ്, അവരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിങ്ങനെ നോക്കുക, അതിങ്ങനെ സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. അത് അവരുടെ സ്വകാര്യതയാണ്. നമ്മൾ അതിലേക്ക് എത്തി നോക്കാതിരിക്കുക. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്കങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതായത് നമ്മുടെ പാർട്ട്ണർ നമ്മളുടെ അടുത്ത് തീരെ ഇഷ്ടമല്ലാണ്ട് കാണിക്കുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ നമുക്കൊരു സംശയം വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നോക്കിയെന്നിരിക്കും. അത് നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് അവർ നിങ്ങളുമായിട്ടൊരു പ്രശ്നവും ഇല്ല, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കാതിരിക്കുക. കാരണം അത് നിങ്ങളുടെ വിശ്വാസത്തെ, ആ ഒരു റിലേഷൻഷിപ്പിനുമായിട്ടുള്ള ഒരു വിശ്വാസം ഇല്ലാതാക്കുന്ന കാര്യമാണ്. അവർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റും ഒക്കെ കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുന്നത് ശരിയല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വകാര്യതയുണ്ട്. സോ അതിനെ നിങ്ങൾ എപ്പോഴും ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക. ആ ഒരു ബൗണ്ടറി നിങ്ങൾ എപ്പോഴും റെസ്പെക്റ്റോടുകൂടി തന്നെ വയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ നോക്കാൻ തരും, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായി ആൻസർ തരും എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും കൂടുതലും നിങ്ങൾ സെർച്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമായിരിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഇടപെടലാണ്. അപ്പോൾ ഇപ്പോൾ മാരേജ് കഴിഞ്ഞുള്ള ആളുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. ആ ഒരു ബൗണ്ടറി നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക. അതായത് മറ്റൊരാളെ ഇടപെടുത്താതിരിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആവശ്യത്തിന് മാത്രം നിങ്ങളുടെ ഫാമിലി ഇടപെടുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതല്ലെങ്കിൽ അതൊരു ബൗണ്ടറി ലംഘിക്കുന്നതിന് തുല്യമാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഫാമിലി ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെന്ന് ഏറ്റവും അങ്ങനെ തോന്നുന്ന, അതായത് ഇങ്ങനെ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ, ഫാമിലി ഇല്ലാണ്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ഫാമിലിയെ കൊണ്ടുവരരുത്. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരുമാണ് ഒറ്റൊരു ഫാമിലി എന്ന് പറയുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ്. സോ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നിലേക്കും ഇടപെടാൻ പോവാതെ ഇരിക്കുക. അത് മാത്രമല്ല മറ്റാരെയും ഇതിലേക്ക് കൊണ്ടുവരാതെയും ഇരിക്കുക. ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇതും ഒരു ബൗണ്ടറി തന്നെയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ബൗണ്ടറിയാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ പാർട്ട്ണറെ അമിതമായിട്ട് നിയന്ത്രിക്കുകയാണെന്ന് വിചാരിക്കുക. അതൊരിക്കലും നല്ലൊരു കാര്യമായിരിക്കില്ല. മീൻസ് ആ റിലേഷൻഷിപ്പിനെ തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മീൻസ് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അവർക്ക് അത് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്.
അതായത് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കയറി ഇടപെടുകയാണ്, ഇല്ല നീ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട എന്ന് പറയുന്നത് ആ ഒരു ബൗണ്ടറി നമ്മൾ തകർക്കുന്നതിന് തുല്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യണം എന്ന് പറയാറുണ്ട്. ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, അവർക്ക് എന്തൊക്കെ അവരുടെ കാര്യങ്ങളുണ്ട്, അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കി മാത്രം പോരാ, അത് നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് കൊടുക്കുകയും വേണം. അപ്പോൾ അതിന് പകരം നമ്മളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാതിരിക്കുക, അമിതമായിട്ട് ഒരാളെ ആശ്രയിക്കാതെയും ഇരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അവരെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്തും നമുക്ക് അവിടെ വരുന്നത് അവരില്ലാതെ പറ്റില്ല. അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ചിന്തിച്ചു കൂട്ടും. കുറേ കാര്യങ്ങൾ വരും, അപ്പോൾ അവിടെ നമ്മൾ അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ടെൻഷനും സംഭവങ്ങളൊക്കെ നമുക്ക് വരും എന്നുള്ളതാണ്. സോ ഓവറായിട്ട് അവരെ ആശ്രയിക്കാതിരിക്കുന്നതുമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഹെൽത്തി ബൗണ്ടറീസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബൗണ്ടറീസ്, ഈ ബൗണ്ടറി എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ബൗണ്ടറി തകർക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ബൗണ്ടറി കീപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ബൗണ്ടറിയിൽ വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും മനസ്സിൽ വയ്ക്കുക. കാരണം ഞാൻ കുറേ വീഡിയോസിൽ പറയാറുണ്ട് ഈ ഒരു ബൗണ്ടറി എന്ന് പറയുന്നൊരു കാര്യം, പക്ഷെ കുറേ പേർക്ക് അപ്പോഴും അറിയില്ല എന്താണ് ഈ സംഭവം എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ബൗണ്ടറി എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതറിയാത്തവർക്ക് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്